പുനലൂർ KSRTC ഡിപ്പോയിലെ ബസ് മോഷ്ടിച്ചയാൾ പിടിയിൽ. ഇന്നലെ രാത്രിയാണ് ഡിപ്പോയ്ക്ക് സമീപം പത്തനാപുരം റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ബസ് മോഷ്ടിച്ചത്. ബസുമായി കടന്ന ഒറ്റക്കൽ സ്വദേശി ലോറി ഡ്രൈവർ കൂടിയായ ബിനീഷ് കുമാറിനെയാണ് പോലീസ് പിടികൂടിയത്. ഹെഡ്ലൈറ്റ് ഇടാതെ വന്ന KSRTC ബസ് പോലീസുകാർ നിർത്താൻ ആവശ്യപ്പെട്ടതോടെയാണ് പ്രതി കുടുങ്ങിയത്. പോലീസുകാർ കൈ കാണിച്ചെങ്കിലും ദൂരെ മാറ്റി ബസ് നിർത്തുകയായിരുന്നു. തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. വീട്ടിൽ പോകാനാണ് ബസ് മോഷ്ടിച്ചതെന്ന് ബിനീഷ് പറയുന്നു. ഇന്നലെ രാത്രി 11:30 പുനലൂർ ബസ് സ്റ്റാൻഡിന് മുകളിൽ പത്തനാപുരം റോഡിൽ പാർക്ക് ചെയ്തിരുന്ന RAA 121 എന്ന നമ്പർ ബസ് ബിനീഷ് കുമാർ മോഷ്ടിച്ചത്. തെന്മല റോഡിലേക്ക് കൊണ്ടുപോയ ബസ് ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിക്കാതെ വന്നത് TB ജംഗ്ഷനിൽ റോഡ് പരിശോധനയ്ക്ക് നിന്ന പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പോലീസ് കൈ കാണിച്ചപ്പോൾ ബസ് ദൂരെ മാറ്റി നിർത്തുകയായിരുന്നു. ബിനീഷ് ബസ്സിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായത്. ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ബസ് കടത്തി ദൂരേക്ക് കൊണ്ടുപോകുമായിരുന്നു. പുനലൂർ ഡിപ്പോയിൽ നിന്നും മാത്ര കോക്കാട് വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ് മോഷ്ടിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 പുനലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് പുനലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 699.